ഫാറൂഖ് മാഷ് നല്ല വിശദീകരിച്ച് പറഞ്ഞു. അതാണ് സാധാരണ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഇതിന് ശേഷം പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഡിഗ്രിക്ക് അഡ്മിഷന് പോകുന്ന സമയത്ത് നിങ്ങളിപ്പോ നല്ല കൂട്ടുകാരായിരുന്നു, സ്റ്റാർട്ടിങ്ങിലെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു മാർക്കിന്റെ വ്യത്യാസത്തിലായിരുന്നു അപ്പുറത്തും ഇപ്പുറത്തും നിങ്ങൾ ഒരു സീറ്റ് ഉള്ളതുണ്ടാവും. ആ ഒരു സീറ്റിന് വേണ്ടിയിട്ട് എന്തായിരിക്കും നിങ്ങളെ കൂട്ടുകാരായിട്ട് ചിലപ്പോ കോമ്പറ്റീറ്റർ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്താണ് ഇവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ എന്തിനാണ് പഠിക്കാൻ പറഞ്ഞത്. ആ സമയത്ത് ഓട്ടോമാറ്റിക് എന്താ സംഭവിക്കലോ ആ സീറ്റ് എനിക്ക് കിട്ടണമെന്നല്ലാതെ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിന് വേണ്ടി മാറ്റി കൊടുക്കണം എനിക്ക് തോന്നില്ല. ഇല്ല, സ്വാഭാവികമായിട്ട്. അതായത് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു കോളേജ്, ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഇത് ഡിഗ്രിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ സാറ് ഫർമാഷ് പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ എന്റെ മോന് 96% മാർക്കിന് വേണ്ടിയിട്ട് 96% മാർക്ക് കിട്ടിയിട്ട് ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടിയില്ല.